അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ, മഹദി അവിടുന്ന് പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു കുട്ടിയുടെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി ക്ഷണിച്ചപ്പോൾ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതരെ, തൂബാ ലിഹാദ, ഇയാൾക്ക് എന്തൊരു സന്തോഷം, ഉസ്ഫൂറും മിൻ അസ്വാഫിൽ ജന്ന, സ്വർഗത്തിലെ ഈ കുട്ടിക്ക് എന്തൊരു സന്തോഷം, സ്വർഗത്തിലെ കിളികളിൽപ്പെട്ട ഒരു കിളിയാണ്, അഥവാ സ്വർഗത്തിലെവിടെയും പാറി നടക്കാം. ലം അമലി സൂഅ വലം യുദ്രിക്കുഹു, തെറ്റിനെ പ്രവർത്തിച്ചിട്ടുമില്ല, പ്രവർത്തിക്കേണ്ട പ്രായവും എത്തിച്ചിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, അവ ഗൈറ ദാലിക യാ ആയിഷ, ഓ ആയിഷ, നീ അങ്ങനെയാണോ മനസ്സിലാക്കിയത്? കാര്യം അപ്രകാരം അല്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നല്ലാഹ ഖലഖലിൽ ജന്നതി അഹ്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഖലഖഹും ലഹാ വഹും ഫീ അസ്ലാബി ആബാഇഹിം, മാതാപിതാക്കളുടെ മുതുകളിലുള്ള സമയത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. വ ഖലഖലിന്നാരി അഹ്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് വേണ്ടി കുറച്ച് ആൾക്കാരെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഖലഖഹും ലഹാ വഹും ഫീ അസ്ലാബി ആബാഇഹിം, മാതാപിതാക്കളുടെ മുതുകളിലുള്ള സമയത്ത് തന്നെ അവർ നരകത്തിന് വേണ്ടിയാണ് അല്ലാഹു തആല സൃഷ്ടിച്ചത്. ഈ ഹദീസിൽ ഈ ഭാഗമാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പല യുക്തിവാദികളും ചോദിക്കുന്നതാണ്, അതെ, നിങ്ങളുടെ പരിശുദ്ധ ഖുർആനിലെ വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ലേ, ജിന്നുകളെയും മനുഷ്യരെയും നാം ധാരാളം ആൾക്കാരെ നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടില്ലേ? അത് പ്രകാരം നിങ്ങൾ ഈ ദുനിയാവിൽ അല്ലാഹു തആല ഇഖ്തിയാർ കൊടുത്തു, അവന് നന്മയും തിന്മയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് പറയുന്നതിന് എന്ത് അർത്ഥമാണുള്ളത് എന്ന് നമുക്ക് യുക്തിവാദികൾ ചോദിക്കുന്നതായിട്ട് കാണാം. എന്നാൽ ഞാൻ ആദ്യമേ പറഞ്ഞു വെക്കുന്നു, ഇന്നഹു അലീമുൻ ഖബീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ളും അറിയുന്നവനാണ്, പുറവും അറിയുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവൻ ആണ്. അതായത് ഈ ഭൂമി ലോകത്തേക്ക് ഇന്ന മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചാൽ, അവനിക്ക് ഇഖ്തിയാർ കൊടുത്താൽ, നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും അവനിക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ അവൻ ഏത് തിരഞ്ഞെടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കറിയാം. അതാണ് ഇന്നഹു അലീമുൻ ഖബീർ. ഖദ്ദറല്ലാഹു സുബ്ഹാനഹു വ തആല മഖാദിറ കുല്ലി ഷൈഇ, എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കി. വകതബ അല ബനി ആദമ ഹല്ലഹു ഫി ദുനിയ വൽ ആഖിറ, ആദം സന്തതിക്ക് ഈ ദുനിയാവിലും ആഖിറത്തിലും എന്തൊക്കെ ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചു. അവൻ സ്വർഗ്ഗാവകാശിയാണോ എന്നും നരകാവകാശിയാണോ എന്നും. എന്നിട്ട് മഹാന്മാർ വിശദീകരിക്കുന്നത് കാണാം, വഹിയ കിതാബത്തു ഇൽമിൻ വ ഇഹാതത്തിൻ ബിമാ സയകൂൻ, അത് അല്ലാഹു അറിയുന്നതിനെ അടിസ്ഥാനമാക്കി രേഖപ്പെടുത്തിയതാണ്. വ ഇഹാതത്തിൻ ബിമാ സയകൂൻ, ശേഷം എന്ത് സംഭവിക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അറിയാം. അതനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയതാണ്. വലൈസത്ത് കിതാബത്ത ജബരിൻ വ ഇക്റാഹ്, നിങ്ങൾ നിർബന്ധമായിട്ടും അതേ നരകത്തിലാവണം എന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നിർബന്ധമായിട്ട് രേഖപ്പെടുത്തിയതല്ല എന്ന് നമുക്ക് കാണാം. മഹാനായ താഫ്താസാനി ഇമാം അവിടുത്തെ ശറഹുൽ അഖായിദിൽ പറയുന്നുണ്ട്, ലൗ ലം യകുൻ ലിൽ അബ്ദി ഫിഅലുൻ അസ്ലൻ ലമാ സഹ തക്ലീഫുഹു, ഒരിടിമക്ക് ഒരു പ്രവർത്തനത്തിന് സ്വാതന്ത്ര്യമില്ലെങ്കിൽ പിന്നെ അവനോട് നിസ്കരിക്കണം, അതുപോലെ തന്നെ നിങ്ങൾ നോമ്പ് നോൽക്കണമെന്ന് തക്ലീഫ് ചെയ്യുന്നതിൽ ഒരർത്ഥവും തന്നെ ഇല്ലല്ലോ. വലാ തറത്തുബ് ഇസ്തിഹ്ഖാഖിൽ സവാബി വൽ ഇഖാബി അലാ ഫഅലിഹി, അവൻ്റെ പ്രവർത്തനത്തിൻ്റെ മേൽ അതെനിക്ക് കൂലിയുണ്ട്, അതുപോലെ തന്നെ ശിക്ഷയുണ്ട് എന്ന് പറയുന്നതിലും ഒരർത്ഥമില്ലല്ലോ എന്ന് മഹാനായ താഫ്താസാനി ഇമാം വിശദീകരിക്കുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ എല്ലാം അറിയുന്നതനുസരിച്ചിട്ട് അവൻ രേഖപ്പെടുത്തിയതാണ്, കണക്കാക്കി വെച്ചതാണ്. അവൻ മാതാവിൻ്റെ മുതുകളിലുള്ള സമയത്ത് തന്നെ അള്ളാഹ്ക്കറിയാം ഇവൻ നരകാവകാശിയാണ്, അഥവാ ഇവൻ നരകത്തെയാണ് തിരഞ്ഞെടുക്കുന്നത്. അതനുസരിച്ച് രേഖപ്പെടുത്തിയതാണ്. മുഅ്മിനീങ്ങളെ, ഇനി ഒരു മഴ നിരീക്ഷകനായ ആൾ പറയുകയാണ്, ഒരാഴ്ച ഇവിടെ കഠിനമായ മഴയുണ്ടാകും, നാശനഷ്ടങ്ങളുണ്ടാകും. ഇതനുസരിച്ച് അയാൾ രേഖപ്പെടുത്തുകയും വിളംബരം ചെയ്യുകയും ചെയ്തു. ഇതനുസരിച്ചിട്ട് അതേ അവിടെ വലിയ ശക്തമായ മഴ പെയ്തു എന്ന് ശക്തമായ മഴ പെയ്തു, നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ ആരെങ്കിലും പറയുമോ, ഇന്ന മഴ നിരീക്ഷകൻ പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ ഈ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായത്? അതുപോലെ തന്നെ ഒരു അധ്യാപകൻ പറയുകയാണ്, പിന്നെ ഒരു അധ്യാപകൻ ഒരു പരീക്ഷ വെക്കുകയാണ്, ഇന്ന കുട്ടി ജയിക്കും, ഇന്ന കുട്ടി പരീക്ഷയ്ക്ക് തോൽക്കും എന്ന് അധ്യാപകൻ രേഖപ്പെടുത്തി വെക്കുകയാണ്. അങ്ങനെ പരീക്ഷ നടത്തിയതിന് ശേഷം അധ്യാപകൻ രേഖപ്പെടുത്തിയത് പ്രകാരം സംഭവിച്ചു. ചില കുട്ടികൾ ജയിച്ചു, ചില കുട്ടികൾ തോറ്റു. ആരെങ്കിലും പറയുമോ, അധ്യാപകൻ എഴുതി വെച്ചത് കൊണ്ടാണ് കുട്ടി പരീക്ഷയ്ക്ക് തോറ്റത് എന്ന്? ഇതുപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
പിന്നെ അധ്യാപകന് മുൻപരിചയം കൊണ്ടാണ് അറിവെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് ഓൾറെഡി അറിയാം, അള്ളാഹുവിനെ അറിയാം ഇന്നാൾ സ്വർഗത്തിലേക്കാണ്, ഇന്നാൾ അതുകൊണ്ട് അള്ളാഹു തആല രേഖപ്പെടുത്തി വെച്ചതാണ്. ഇനിയോ ഇവിടെ മറ്റൊരു ചർച്ച കാണാം. ഭൂരിഭാഗം ആൾക്കാരും ഉലമാക്കളും പറയുന്നത് മുഅ്മിനീങ്ങളുടെ കുട്ടി സ്വർഗത്തിലാണ് എന്നല്ലേ പറയുന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പറയുന്നുണ്ടല്ലോ അതെ ഈ കുട്ടി നരകത്തിലാണെന്ന്. അതെന്തിനാണെന്ന് പറയുന്നത് മഹാനായ നബി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശർഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അവിടുന്ന് പറയുന്നു ലഅല്ലഹു നഹാഹാ അനിൽ മുസാറഅതി ഇൻദൽ ഇലൽ ഖത്ഇ മിൻ ഗൈരി അൻ യകൂന ഇൻദഹാ ദലീലുൻ ഖാതിഉൻ. ഒരു ഖണ്ഡിതമായ തെളിവില്ലാതെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞതുകൊണ്ടായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ആയിഷ ബീവിയെ അങ്ങനെ പറയണ്ട എന്ന് പറഞ്ഞത്. കമാ അൻകറ അലാ സഅദ് ബിൻ അബി വഖാസ്, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് ഫീ ഖൗലിഹി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറഞ്ഞപ്പോൾ അഅതിഹി ഫുലാനൻ ഇന്നി ല അറാഹു മുഅ്മിന, ഇന്നാക്ക് കൊടുക്കണം നബിയെ ദിർഹം, ഞാൻ അയാളെ മുഅ്മിനാണെന്ന് മനസ്സിലാക്കുമ്പോൾ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടല്ലോ, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു എന്നോട് നബി തങ്ങൾ പറഞ്ഞു ഔ മുസ്ലിമ എന്ന് പറയണം. ഇതുപോലെ അതായത് ഒരു ഖണ്ഡിതമായ തെളിവില്ലാതെ പറയുന്നത് കൊണ്ടാണ് ആയിഷ ബിയോട് അങ്ങനെ നിരോധിച്ചത് എന്ന് കാണാം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ലേ മുഅ്മിനീങ്ങളുടെ കുട്ടി അവർ സ്വർഗത്തിലാണെന്ന് ശേഷം പറഞ്ഞിട്ടില്ലേ എന്ന് മഹാനവർകൾ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ വിശദീകരണങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.